ആ അജണ്ടയ്ക്ക് എന്നെ കിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു PR അജണ്ട പൊളിച്ചേക്കൂ. പ്രേംകുമാർ, അജണ്ട അങ്ങോട്ട് പൊളിച്ചേക്കൂ. മുഖ്യമന്ത്രിയുടെ കൂടെ PR ഏജൻസിയുടെ തലവൻ ഇരുന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി അയാൾ പിന്നെ വേറെ എന്തിനു വന്നാണ്? കല്യാണം വിളിക്കാൻ വന്നതാ മുഖ്യമന്ത്രിയെ? അല്ലല്ലോ, അയാൾ വന്നിരിക്കുകയാണ്. എനിക്കോ താങ്കൾക്കോ പോലും മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ തലവനാരാ? നിങ്ങൾ പറയുന്ന PR ഏജൻസിയുടെ തലവനാരാ? പറയാതിരിക്കുന്നത് പറയേ. വന്നിരുന്ന ആൾ അയാൾ PR ഏജൻസിക്കാരനാണ്, ഞാൻ പിന്നീടാണ് അറിഞ്ഞതെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ വാചകം. ഒരു മാലാഖയൊന്നുമല്ലല്ലോ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. നിങ്ങൾ പറ്റുന്നില്ല, താങ്കൾക്കത് പറയാൻ മടി. നിങ്ങൾ പറയൂ. മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഒരാൾ പറയുന്നുണ്ടോ? അയാൾ PR. ഞാൻ മുഖ്യമന്ത്രിയുടെ വാചകം എടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വന്നിരുന്നെന്ന് നിങ്ങൾ പറയേ. അത് മുഖ്യമന്ത്രി പറയണം. മുഖ്യമന്ത്രി പറഞ്ഞു ഒരാൾ വന്നിരുന്നു, അയാൾ PR ഏജൻസിക്കാരനാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ ആരാണ്? എനിക്കറിയില്ല പേര് പറയൂ. അത് CM പറയണം. CM-ന്റെ അടുത്തിരുന്ന ആളല്ലേ? മുഖ്യമന്ത്രി പറയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. ചോദിച്ചു, ഉത്തരവില്ല. മുഖ്യമന്ത്രിയാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാമല്ലോ. മുഖ്യമന്ത്രി ചിരിച്ചു. എനിക്ക് ആ ചിരി റിപ്പീറ്റ് ചെയ്യാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നു ആ കാരണം ഏജൻസിക്കാരൻ കൂടെ ഇരിക്കുക. എനിക്ക് പോയിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ പറ്റും. ഞാൻ വഴിയെ നടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഹിന്ദു എടുക്കുകയാണ്, എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ? താങ്കൾക്ക് പറ്റുമോ? ഈ പ്രതിപക്ഷ MLA-ക്ക് പറ്റുമോ? ഇല്ല. അത്ര ഹൈ സെക്യൂരിറ്റി. ചുമതലപ്പെട്ട ആൾക്ക് വരാം. അയാൾ ചുമതലപ്പെട്ട ആളല്ല. പറ്റും. ചുമതലപ്പെട്ട ആളല്ല. അയാൾ PR ഏജൻസിക്കാരനാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് എന്ന് പറയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറയാണ് PR ഏജൻസിക്കാരനാണെന്ന് പിന്നീട് അറിഞ്ഞുവെന്ന്. അപ്പൊ അന്വേഷിക്കണ്ടേ അയാൾ എങ്ങനെ വന്നു? അന്വേഷിക്കണ്ടേ? നിങ്ങൾ പറയുന്നേ ഹിന്ദുവിന്റെ ആളല്ലെങ്കിൽ പിന്നെ ഇവൻ എന്തിനകത്ത് കടന്നു എന്ന് അന്വേഷിക്കുന്നില്ല. ഏജൻസി ഇല്ലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് എങ്ങനെ പെർമിഷൻ കിട്ടി, അയാൾ എങ്ങനെ അകത്തേക്ക് വന്നു എന്ന കാര്യം നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. PR ഏജൻസിക്കാരനാണെന്ന് മീഡിയ വൺ പറഞ്ഞാൽ പോരല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞു അയാൾ PR ഏജൻസിക്കാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് എന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതങ്ങ് വ്യക്തമാക്കിക്കൂടെ? പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ശരി, നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് എനിക്കെന്താണ് പറയാനുള്ളത്? ശരി 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 മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി ഇല്ല എന്നാണ്. ഇനി മീഡിയ വണ്ണിനോട് മാത്രമായിട്ട് എനിക്കൊരു PR ഏജൻസി ഉണ്ട്, ഞാൻ ഇങ്ങനെ PR വർക്ക് നടത്തുന്നുണ്ട്, നിങ്ങൾ അതിന്റെ റെക്കോർഡ് ഇവിടെ കാണിക്കുക, എനിക്കൂടെ ബോധ്യമാവട്ടെ. അല്ല, നമ്മൾ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഗസറ്റ് അല്ല. നമുക്ക് ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി മഹാരാജാവല്ല. ഞങ്ങൾ നോട്ട് നിരോധനം കൊണ്ടുവന്ന് നാടിന് നന്മയ്ക്കാണെന്ന് മോദി പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശരിയാണോ? അല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലേ? തെളിയിക്കാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലും ഹിന്ദുവിന്റെ സ്റ്റാഫിലും പെടാത്ത ഒരാൾ വന്നിരുന്നു. അയാൾ ഏജൻസിക്കാരനാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. ഞാനൊന്ന് വരാമേ.